ബീറ്റ്സ് ലോഗോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ലെറ്റർ ബി ആണ്. പക്ഷേ ഇവിടെ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഓറഞ്ച് വൃത്തം ഒരു വ്യക്തിയുടെ തലയാണ്. അതിൽ കാണുന്ന വൈറ്റ് ലെറ്റർ ബി ഹെഡ്ഫോണുമാണ്. കസ്റ്റമറിനെ കേന്ദ്രീകരിച്ച് ഡിസൈൻ ചെയ്ത മറ്റൊരു ലോഗോയാണ് എൽ ജിയുടേത്. എൽ ജിയുടെ ലോഗോ കമ്പനിയുടെ ആദ്യകാല പേരായ ലക്കി ഗോൾഡ് സ്റ്റാറും നിലവിലത്തെ കമ്പനിയുടെ സ്ലോഗൻ ലൈഫ് ഈസ് ഗുഡ് എന്നതും ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് LNG എന്ന ലെറ്റർ മാത്രമല്ല ഒരു സ്മൈലി ഫേസും എൽ ജിയുടെ ലോഗോയിൽ കാണാൻ സാധിക്കും. ലെവിസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ജീൻസ് നിർമ്മാതാക്കളിൽ ഒന്നാണ്. എന്നാൽ അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിൽ ചില മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുണ്ട്. ലെവീസിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പോക്കറ്റിൻ്റെ രൂപത്തിലാണ്. യൂണിലിവർ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ ലോകത്തുടനീളം ധാരാളം ബ്രാൻഡുകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 400-ലധികം. ഇവരുടെ യു ആകൃതിയിലുള്ള ലോഗോ വ്യത്യസ്തമായ ചിഹ്നങ്ങൾ അടങ്ങിയതാണ്. ഒരു പുഷ്പം, സ്പൂൺ അല്ലെങ്കിൽ പക്ഷി എന്നിങ്ങനെ. ഇത് യൂണിലിവർ വ്യത്യസ്തമായ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ്. ഈ ദിവസങ്ങളിൽ ആമസോൺ ലോഗോ എല്ലായിടത്തും കാണാൻ സാധിക്കും. എന്നാൽ ഈ ലോഗോയിൽ ഒരു രഹസ്യം മറഞ്ഞിരിപ്പുണ്ടെന്ന് പലർക്കും അറിയില്ല. എയും ഇസഡിനെയും ബന്ധിപ്പിക്കുന്ന ആരോ എ മുതൽ ഇസഡ് വരെയുള്ള ഏത് വസ്തുവും ഞങ്ങളുടെ കൈവശം വിൽക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഔഡി അവരുടെ ചരിത്രം പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. കമ്പനി ലോഗോയിലെ ഇഴചേർന്ന 4 വൃത്തങ്ങൾ ജർമ്മൻ സംസ്ഥാനമായ സാക്സോണി ആസ്ഥാനമാക്കിയുള്ള 4 ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളുടെ ലയനത്തെ പ്രതിപാദിക്കുന്നു. ഔഡി, DKW, ഹോർച്ച്, വാണ്ടറർ. വളരെ ക്രിയേറ്റീവായ ലോഗോ ഡിസൈനുകളിൽ ഒന്നാണ് ഫോർമുല 1ൻ്റെ ലോഗോ. എഫ് ഫോർമുലയെയും ഹൊറിസോണ്ടൽ ലൈൻസ് ചുവന്ന തീജ്വാലയെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇതിന് രണ്ടിനുമിടയിൽ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് വെയർ ബ്രാൻഡുകളിൽ ഒന്നായ അഡിഡാസിൻ്റെ ലോഗോയ്ക്ക് അതിൻ്റേതായ രഹസ്യങ്ങളുണ്ട്. അതിൻ്റെ ലോഗോ 3 വെർട്ടിക്കൽ ലൈൻസ് ചേർന്നതാണ്. ഇത് ഒരു പർവ്വതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ പർവ്വതം കായിക താരങ്ങൾ ഓരോ ദിവസവും നേരിടുന്ന വെല്ലുവിളികളുടെ പ്രതീകമാണ്. പ്രശസ്ത സൺഗ്ലാസ് ബ്രാൻഡായ റൈബാൻ്റെ ലോഗോയിൽ ഒരു സൺഗ്ലാസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടയുടെ ലോഗോ അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണെന്നാണ് പലരും കരുതുന്നത്. വാസ്തവത്തിൽ H എന്ന അക്ഷരം 2 വ്യക്തികളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ക്ലയൻറ്റിനെയും കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവിനെയും. ഇരുവരും ഹസ്തദാനം ചെയ്യുന്നതാണ് ഈ ലോഗോ. ടൊയോട്ടയുടെ ലോഗോ സൂചിക്കണ്ണിലൂടെ നൂല് കടന്നു പോകുന്ന ഒരു ചിത്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് കമ്പനിയുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ടൊയോട്ട ആദ്യകാലങ്ങളിൽ നെയ്ത്തുയന്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നിരുന്നാലും ലോഗോയുടെ ഓരോ ഭാഗങ്ങളും കമ്പനിയുടെ പേരിൻ്റെ ഓരോ അക്ഷരങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. BMW ലോഗോയുടെ മധ്യഭാഗം എയ്റോപ്ലെയിൻ്റെ കറങ്ങുന്ന ബ്ലേഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. കാരണം BMW ആദ്യ കാലഘട്ടത്തിൽ ഒരു ഏവിയേഷൻ ടെക്നോളജി കമ്പനിയായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ ലോഗോ ബവേറിയൻ പതാകയുടെ ഭാഗമാണ്. കമ്പനിയുടെ തുടക്കം ജർമ്മനിയിലെ ബവേറിയനിൽ നിന്നായിരുന്നു. കൊക്കക്കോള ലോഗോയിൽ Oയ്ക്കും Lനുമിടയിലെ സ്പേസിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഡെൻമാർക്കിൻ്റെ ദേശീയ പതാക കാണാം. ഇത് തികച്ചും യാദൃശികമാണ്. എന്നിരുന്നാലും കൊക്കക്കോള ഡെൻമാർക്കിൽ നടത്തിയ മാർക്കറ്റിംഗ് കമ്പയിനിൻ്റെ ഭാഗമായി ഇത് ഉപയോഗിച്ചിരുന്നു. ഇംഗ്ലീഷ് സിനിമകൾ സ്ഥിരമായി കാണുന്നവർക്ക് പാരാമൗണ്ട് സ്റ്റുഡിയോയുടെ ഈ ലോഗോ പരിചിതമായിരിക്കും. 1912 വില്യം വോട്ട്സ്വർത്ത് എന്നയാളാണ് പാരാമൗണ്ട് സ്റ്റുഡിയോ തുടങ്ങിയത്. കമ്പനിയുടെ ലോഗോയിൽ കാണുന്ന പർവ്വതം അമേരിക്കൻ സംസ്ഥാനമായ യൂട്ടായിലെ ബെൻ ലോമനാണ്. ഈ പർവ്വതം സ്റ്റുഡിയോ സ്ഥാപകൻ ബെന്നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പർവ്വതത്തിന് ചുറ്റുമുള്ള 26 സ്റ്റാർ വെറും ഡെക്കറേഷൻസ് അല്ല. ഇത് ആദ്യമായി സ്റ്റുഡിയോയുമായി കോൺട്രാക്റ്റ് ഒപ്പുവെച്ച 26 നടീനടന്മാരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കാർ കമ്പനികളിൽ ഒന്നാണ് മെർcedes-benz. 1879 ജർമ്മനിക്കാരനായ കാൾ ബെൻസ് ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പസ്റ്റൻ എഞ്ചിൻ കാറ് വികസിപ്പിച്ചെടുത്തത്. എന്നാൽ 1925 ബെൻസ് കമ്പനി ഡൈമിലറുമായി ലയിച്ചതിന് ശേഷമാണ് കമ്പനിയുടെ ലോറൽ വ്രീത്ത് എന്ന ഗ്രീക്ക് വിജയത്തിൻ്റെ പ്രതീകമായ ലോഗോ ഡൈമിലറിൻ്റെ ലോഗോ ആയ 3 പോയിൻറ്റഡ് സ്റ്റാറുമായി സംയോജിപ്പിച്ചത്. ഈ സ്റ്റാറിൻ്റെ 3 പോയിൻറ്റുകൾ ഡൈമിലറിൻ്റെ എഞ്ചിൻ്റെ സാന്നിധ്യം കരയിലും വെള്ളത്തിലും ആകാശത്തിലും ഉണ്ടെന്ന് കാണിക്കാനാണ്. സമയം കടന്നുപോയതോടെ
ഗ്രീക്ക് സിംബലായ ലോറൽ വ്രീത്ത് പതിയെ ഒരു വൃത്തമായി മാറി. മെഴ്സഡീസ് എന്ന പേര് ഡൈമിലർ ഡിസൈനറായ എമിൽ ജനലാക്കിൻ്റെ മകളുടെ പേരാണ്. 1902 റേസിംഗ് കാർ ഡിസൈൻ ചെയ്തപ്പോൾ അദ്ദേഹം ആ കാറിനെ തൻ്റെ മകളുടെ പേരായ മെഴ്സഡീസ് എന്ന് വിളിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പെപ്സിയുടെ ലോഗോ ഡിസൈൻ ചെയ്യാനായി പെപ്സി ചിലവാക്കിയത് 8 കോടി രൂപയാണ്. രഹസ്യ അർത്ഥങ്ങളോട് കൂടിയ പെപ്സിയുടെ പുതിയ ലോഗോ നിഗൂഢവും രഹസ്യവുമായ വിഷയത്തെയാണ് സൂചിപ്പിക്കുന്നത്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഫങ്ഷുവേ, പതാഗ്രസ്, ജിയോഡൈനാമിക്സ്, തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നിങ്ങനെ. ലോഗോയിലെ റെഡ് ബ്ലൂ കളർ അമേരിക്കൻ പതാകയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് കോണ്ടം കമ്പനിയായ ഡൂറക്സ് നിലകൊള്ളുന്നത് ഡ്യൂറബിൾ, റിലയബിൾ എക്സലൻസിനുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കോണ്ടവും ഡൂറക്സ് തന്നെയാണ്. കൊറിയനിൽ സാം എന്നാൽ 3 എന്നാണ്, സങ് നക്ഷത്രങ്ങളെന്നും. അതായത് സാംസങ്ങിൻ്റെ അർത്ഥം 3 നക്ഷത്രം. കമ്പനിയുടെ ഫൗണ്ടറിൻ്റെ അഭിപ്രായത്തിൽ 3 പ്രതിനിധീകരിക്കുന്നത് ബിഗ്, ന്യൂമറസ്, പവർഫുൾ എന്ന 3 വാക്കുകളാണ്. സ്റ്റാർസ് എന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ശാശ്വതമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. പലർക്കും പരിചിതമായ ഒരു ബ്രാൻഡാണ് ബക്കാഡി. എന്നാൽ ഇതിൻ്റെ ലോഗോയ്ക്ക് പിന്നിലെ അർത്ഥം ആർക്കും തന്നെ അറിയില്ല. ഇതിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. ബക്കാഡിയുടെ ഫൗണ്ടറിൻ്റെ ഭാര്യ അവരുടെ മദ്യ ഫാക്ടറിയിൽ ഒരു വവ്വാലിനെ കാണാനിടയായി. എന്നാൽ വവ്വാലിനെ കണ്ട് പേടിക്കുന്നതിന് പകരം ഇത് ഒരു ഭാഗ്യലക്ഷണമായി കാണുകയും ലോഗോയിൽ വവ്വാലിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ബക്കാഡി ഒരു ക്യൂബൻ കമ്പനിയാണ്. കൂടാതെ അവിടെ വവ്വാലിനെ ആരോഗ്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായിട്ടാണ് കാണുന്നത്. ഡൊമിനോസ് പിസയുടെ ലോഗോ കമ്പനിയുടെ ആദ്യകാലത്തെക്കുറിച്ച് ധാരാളം സൂചനകൾ നൽകുന്നുണ്ട്. പേര് പോലെ തന്നെ കമ്പനിയുടെ ലോഗോയിലുള്ളത് ഡൊമിനോ പീസ ആണ്. ആദ്യകാലത്ത് ഓരോ ലൊക്കേഷനിലും ഡൊമിനോസ് തുറക്കുമ്പോൾ ഓരോ ഡോട്ടുകൾ ഡൊമിനോസ് പിസയുടെ ലോഗോയിൽ കൂട്ടിച്ചേർക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പെട്ടെന്ന് കമ്പനി വളരെ വലുതായി. ഇതിനാൽ കമ്പനി ലോഗോയിൽ ഡോട്ടുകൾ കൂട്ടിച്ചേർക്കുക എന്നത് സാധ്യമല്ലാതായി. ഇന്ന് നമ്മൾ കാണുന്ന ഈ 3 ഡോട്ടുകൾ ഡൊമിനോസ് പിസ ചെയിനിൻ്റെ ആദ്യത്തെ 3 ലൊക്കേഷനുകളാണ്. ലോകപ്രശസ്ത കമ്പനി ആപ്പിളിൻ്റെ ലോഗോ ഡിസൈനർ റോബ് ജാനോഫ് തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ആപ്പിളിൻ്റെ ലോഗോയുടെ പിന്നിലെ ആശയം വിശദീകരിച്ചിരുന്നു. ഇതിനായി റോബ് ഒരു ബാഗ് ആപ്പിൾ വാങ്ങി ഒരു പാത്രത്തിൽ വയ്ക്കുകയും അതിൻ്റെ ചിത്രം ലളിതമായി വരയ്ക്കാനും ശ്രമിച്ചു. ആപ്പിളിൻ്റെ ഒരു ഭാഗം കടിക്കുക അഥവാ ബൈറ്റ് ചെയ്യുക എന്നതും ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. തികച്ചും യാദർശികമായി റോബ് ഒരു കാര്യം ശ്രദ്ധിച്ചു. കമ്പ്യൂട്ടർ പദമായ ബൈറ്റും കടിക്കുക അഥവാ ബൈറ്റും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നൂ. ഇങ്ങനെയാണ് ആപ്പിളിൻ്റെ ലോഗോ ജനിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.